MBBS എബ്രോഡ് ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് എൻക്വയറി വരുന്ന ഒരു ഇതാണ് കേട്ടോ. MBBS എബ്രോഡ് കാരണം ഇന്ത്യനേക്കാളും ബെറ്റർ ഒരു അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് എബ്രോഡ് തന്നെയാണ്, അത് MBBS കേട്ടോ. അപ്പോൾ NMC നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന കൺട്രി ഏതാണ്, അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഫീസ് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് എൻക്വയറീസ് നമുക്കിന്ന് വരുന്നുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ EBS എഡ്യൂക്കേഷൻ. MBBS ഇൻ കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞ കൺട്രീനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിന്ന് സ്റ്റുഡൻസിന് പോയി MBBS പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രി. നമ്മുടെ സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡൽഹിയിൽ നിന്ന് ഒരു 4 hours മാത്രമാണ് നമ്മൾ റീച്ചബിലിറ്റി അല്ലെങ്കിൽ ട്രാവലിംഗ് ടൈം വരുമ്പോഴത്തേക്കും വെറും 4 hours ആണ് ഡൽഹിയിൽ നിന്ന് കസാക്കിസ്ഥാനിൽ എത്താനായിട്ട് വരുന്നത്. ഇനി സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോമൺ ഡൗട്ട് ഇങ്ങനെയാണ്, NMC നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന കൺട്രി ആണോ എന്നുള്ളത്. യെസ്, NMC നോംസ് എല്ലാം അതിൽ വരുന്ന ആ ഒരു ഗസറ്റിൽ വരുന്ന എല്ലാ ഗൈഡ് ലൈൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കൺട്രി തന്നെയാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് ആണ്. യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കസാക്ക് നാഷണൽ മെഡിക്കൽ അക്കാഡമി, സൗത്ത് കസാക്ക് മെഡിക്കൽ അക്കാഡമി, അൽ ഫറാബി, ഇങ്ങനെ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടും ഗവൺമെന്റ് ആയിട്ടും ഒരുപാട് യൂണിവേഴ്സിറ്റി കസാക്കിസ്ഥാനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എബ്രോഡ് പോകുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ആള് ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞ് എബ്രോഡ് പോയി അവിടെ സെറ്റിൽ ആവുക അല്ലെങ്കിൽ അവിടെ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള, ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പോകുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പോകുന്ന കൺട്രി ഏതാണ്, അവിടുത്തെ ക്രൈം റേഷ്യോ എങ്ങനെയാണ്, ടോട്ടൽ പോപ്പുലേഷൻ, പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പോകുന്ന യൂണിവേഴ്സിറ്റി അതിപ്പം ഗവൺമെന്റ് ആണോ അതോ പ്രൈവറ്റ് ആണോ, ഇപ്പം ആ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന മെയിൻ ടൗൺ ഏതാണ് അല്ലെങ്കിൽ ഒരു സിറ്റി ഏതാണെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ NMC നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണോ, ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഉണ്ടോ, ഇപ്പം മെസ്സിന്റെ കാര്യം വരുമ്പോൾ ഇന്ത്യൻ മെസ് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാഫ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, അതായത് നമ്മുടെ ബാച്ചിലോ അല്ലെങ്കിൽ പ്രീവിയസ് ബാച്ചിലോ ഒക്കെ ആയിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം നോക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് എബ്രോഡ് ഏത് കൺട്രിയിൽ പോയാലും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന കൺട്രീസ് വേണം അല്ലേ നമ്മൾ നോക്കിയെടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു കൺട്രി തന്നെയാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. അത് പ്രൈവറ്റും ഗവൺമെന്റും ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് കസാക്കിസ്ഥാനിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ അവൈലബിൾ ആണ്. അവിടുത്തെ ക്രൈം റേഷ്യോ, പോപ്പുലേഷൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു കസാക്കിസ്ഥാനിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും സാറ്റിസ്ഫൈഡും ആണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഇപ്പം MBBSനെ സംബന്ധിച്ചിടത്തോളം തിയറിക്ക് പുറമെ പ്രാക്ടിക്കലാണ് കൂടുതലും നമ്മൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതും അങ്ങനെയാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, അത്രയും ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും പ്രാക്ടീസ് അവർക്ക് ആ ഒരു ഇതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും ഹോസ്പിറ്റൽസും ആണ് കസാക്കിസ്ഥാനിലുള്ളത്. യൂറോപ്യൻ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് കേട്ടോ കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ പോകുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഫോളോ ചെയ്യേണ്ട ഒരു സിസ്റ്റം എന്ന് പറയുന്നത് യൂറോപ്യൻ സിസ്റ്റം തന്നെയാണ്. പിന്നെ അവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ ആണ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ പോകുമ്പോഴത്തേക്ക് MBBS നമ്മുടെ കോഴ്സ് ഇതെല്ലാം വരുന്നത് മോഡേൺ മെഡിസിൻ ആയിരിക്കും. അവർക്ക് കൂടുതലും ക്ലാസ്സുകളായാലും സിലബസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലായിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ അവിടുത്തെ ഒരു മെയിൻ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സെക്കൻഡ് ഇയറിൽ തന്നെ, നമുക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് നമുക്ക് കൊടുക്കുന്നുണ്ട്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇന്ന് അവിടെ പോയി പഠിക്കുന്നുണ്ട്. കസാക്കിസ്ഥാനിൽ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇന്ന് അവിടെ പോയി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ കണ്ടിന്യൂസ്, കസാക്കിസ്ഥാനിലെ ഓരോ യൂണിവേഴ്സിറ്റിയിലും കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. കണ്ടിന്യൂസ്
കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനെയും ഇപ്പോൾ ഡേ ബൈ ഡേ അവരുടെ ഓരോ കാര്യങ്ങളും അവർ ഇവാലുവേറ്റ് ചെയ്ത് അതിന് പുറമെയാണ് അവർ അറ്റൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തായാലും മസ്റ്റായിട്ട് 100% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ഇവാലുവേഷന് പുറമെയാണ് ഇപ്പം നമുക്ക് നാട്ടിൽ ഇന്റേണൽ എക്സാം നടക്കുന്ന പോലെ അവർക്ക് ഓരോ ഇത് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ ടെസ്റ്റ് പോലെ കാണും. അപ്പോൾ ആ ഒരു ഇത് പാസ്സായി കഴിഞ്ഞാലും മാത്രമേ, അതുപോലെ തന്നെ അറ്റൻഡൻസും ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ഓരോ ക്ലാസ് സിസ്റ്റം പോകുന്നത്. ഇനി അവിടുത്തെ ക്ലാസ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്ലാസ് സിസ്റ്റമേ ആയിരിക്കില്ല നമ്മൾ പുറത്ത് പോയി, അത് എബ്രോഡ് പോയി എവിടെ പോയി പഠിച്ചാലും നമുക്ക് ഇവിടെ നാട്ടിലത്തെ അതേ ക്ലാസ് സിസ്റ്റം ആയിരിക്കില്ല. കസാക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 12:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും പോകുന്നത്. അതായത് 12 സ്റ്റുഡൻറ്റിന് ഒരു ഫാക്കൽറ്റി എന്ന രീതിയിലാണ് അവിടെ ക്ലാസ് പോകുന്നത്. ഇത്രയേറെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു കൺട്രീനെ കുറിച്ചും അവിടുത്തെ യൂണിവേഴ്സിറ്റീനെ കുറിച്ചും ഫാക്കൽറ്റീസിനെ കുറിച്ചും ക്ലാസ് സിസ്റ്റത്തിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പം ഇന്ന് ഒരുപാട് നമുക്ക് എൻക്വയറി വരുന്ന ഒരു കൺട്രി കൂടിയാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മലയാളി സ്റ്റുഡൻസ് ഒരുപാട് നമ്മൾ ആ ഒരു കൺട്രിയിൽ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നിപ്പോൾ എബ്രോഡ് പോയി പഠിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെ ഒരു ഡ്രീം തന്നെയാണ്. അപ്പം നിങ്ങൾക്കും ഈ ഒരു കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രീനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് MBBSനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.